ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഞായറാഴ്ച തിരുസഭ മാതാവ് വചന വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ വായിച്ചിട്ടും ധ്യാനിച്ചിട്ടുള്ളതാണ്. പത്രോസേ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് മറുപടി പറയുന്നു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഈശോ 3 പ്രാവശ്യം ചോദിക്കുന്നതും പത്രോസ്ലീഹ 2 പ്രാവശ്യം ഉത്തരം പറഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം വളരെ വ്യസനത്തോടെ സങ്കടത്തോടെ പറയുന്നതൊക്കെ നമ്മൾ വിചിന്തനം ചെയ്തിട്ടുള്ളതാണ്. പണ്ട് പഴമക്കാരൊക്കെ പറയാറുണ്ട്, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമെടുക്കുന്നൊരു രീതി എന്ന് പറയുന്ന പോലെ പലപ്പോഴും ഈ വചനത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുകൊണ്ടല്ല, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് ഈശോനാഥൻ ഏറ്റു പറയിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഇത് വളരെ സുന്ദരമായിട്ടുള്ളൊരു വചനഭാഗം. പക്ഷേ ഈ വചനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക എന്നതിനേക്കാൾ എൻ്റെ മനസ്സിൽ തോന്നിയ എളിയൊരു ചിന്ത ഇന്നത്തെ വചനഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ശേഷം പറയുകയാണ്, ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. ഈ വചനം മൊത്തം വായിക്കുമ്പോഴും നീ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചിന്തകളൊക്കെ ഒരുപാട് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരേ ഒരു ചിന്ത, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും? ഈ അവസാന നിമിഷത്ത് പത്രോസ്ലീഹയോട് ഈശോ പറയുന്ന കാര്യം, എങ്ങനെയാണ് മരണത്തിലൂടെ ദൈവത്തെ പത്രോസ്ലീഹ മഹത്വപ്പെടുത്തുന്നുള്ളതാണ്. ഈശോയുടെ പരസ്യജീവിത കാലത്ത് 3 വർഷം ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ നടന്നപ്പോൾ സ്ലീഹന്മാരെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തും. ഓരോ അത്ഭുതങ്ങൾ ചെയ്തു കഴിയുമ്പോഴും ആ അത്ഭുതം സ്വീകരിച്ചവൻ, സൗഖ്യം സ്വീകരിച്ചവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രംഗം സുവിശേഷത്തിൽ എപ്പോഴും ഏറ്റവും അവസാനം ഒരു കുറിപ്പായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക? പത്രോസ്ലീഹയോട് അനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയുള്ള മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ വചനം അത് അടിവരയിട്ട് പറയുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചോദ്യം, നീ എപ്പോഴാണ് നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക? എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ സമയം കണ്ടെത്തുന്നത്? ഒരുപക്ഷെ അത് മരണത്തിന് വേണ്ടി കാത്തു നിൽക്കണമെന്നില്ല. ഇപ്പോ ഈ നിമിഷം നീ എങ്ങനെയാണ് നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും മേഖല എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു വികാരിച്ചൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക? എൻ്റെ മുൻപിൽ വരുന്ന അജഗണത്തോട്, എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളോട് എത്രമാത്രം വിശ്വസ്തത ഞാൻ പ്രകടിപ്പിക്കുന്നു, എത്രമാത്രം കരുണയോടുകൂടി ഞാൻ എൻ്റെ മറ്റുള്ളവരോട് ഞാൻ പെരുമാറുന്നു, അവിടേക്ക് ദൈവം മഹത്വപ്പെടുത്തുകയല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോ മേഖലയിലും ജോലി ചെയ്യുന്നവർ തൻ്റെ കീഴുദ്യോഗസ്ഥരോട് എങ്ങനെ പെരുമാറിയാലാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് സാധിക്കുക? എൻ്റെ കൂടെയുള്ള കൈക്കാരന്മാർ അവരെങ്ങനെ പെരുമാറിയാലാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുക? കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാർ എങ്ങനെ എൻ്റെ യൂണിറ്റിലുള്ളവരോട് പെരുമാറിയാലാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുക? അങ്ങനെ എൻ്റെ കുടുംബത്തിലുള്ള കുടുംബത്തലവനാവട്ടെ, എൻ്റെ കുടുംബത്തിലുള്ളവരാരുമാവട്ടെ, എങ്ങനെ ഞാൻ പെരുമാറിയാലാണ് എൻ്റെ ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്താൻ സാധിക്കുക? ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും? ഇന്ന് ഇതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ട ഒരേ ഒരു ചോദ്യം ഇതായിരിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തും? തമ്പുരാന്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിയുമ്പോൾ അവിടെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് ഞാനത് തിരിച്ചറിഞ്ഞിരിക്കണം. അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, ആ തിരിച്ചറിവ് എന്ന് നിങ്ങൾക്കുണ്ടാകുന്നു, അന്നേ എൻ്റെ ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായും വചനം പ്രസ്താവിക്കുന്നത് പോലെ പത്രോസ്ലീഹ മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് സാക്ഷ്യമാണ്. ഞാനും എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഏത് സാഹചര്യമായിരുന്നോട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞാൻ വഴി കണ്ടെത്തുക. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കും. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ,
3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടവരിലൂടെ എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങേക്ക് സാധിച്ചു. അത്ഭുതം സ്വീകരിച്ചവരും സൗഖ്യം സ്വീകരിക്കുന്നവരും എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു പക്ഷേ അത് കണ്ടു നിന്നവർ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അലീശോയെ, എൻ്റെ ജീവിതത്തിലൂടെ എനിക്കും ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിലും എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളൊരു വരം എനിക്ക് നൽകണമേ. എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ ചിന്തകളിലൂടെ പോലും എൻ്റെ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങനെ വചനം അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം മാത്രം അന്വേഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.